എന്തിനീ താലി പാർട്ട് 3. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഇതെന്താടാ? കയ്യിലൊരു സഞ്ചിയുമായി പ്രജിത്ത് കയറി വന്നപ്പോൾ കൗസല്യ ചോദിച്ചു. സൺഡേ സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് വെച്ച് ഒരു പാത്രം എടുത്തേ. ചിക്കനാണോ? അയ്യേ, ആർക്ക് വേണം ചിക്കൻ? ഇത് ഫ്രഷ് ബീഫാ. തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചാൽ മതി, എനിക്കൊന്നും വയ്യ. കൗസല്യ ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് നടന്നു. പിന്നാലെ അവനും. ഇവിടെയുള്ളവർക്ക് എങ്ങോട്ട് പോയതാ? ബാലേട്ടൻ കടയിലേക്ക് പോയി. കിച്ചു ജാനിയും കൊണ്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. അച്ചുവോ? മുകളിലുണ്ട്, കുളിക്കാണെന്നാ തോന്നുന്നേ. എന്തായാലും ഒരു ചട്ടിതാ, ഞാൻ ഉണ്ടായിക്കോളാം. പ്രജി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ സാധനം അലർജിയാണെന്ന്. മനപ്പൂർവ്വം അല്ലേടാ ഇത് വാങ്ങിക്കൊണ്ട് വന്നു നീ. ചിക്കൻ, മീന്, മുട്ട ഇതൊക്കെ കഴിക്കാമെങ്കിൽ ബീഫും കഴിക്കാം. അടുത്ത ഞായറാഴ്ച ഞാൻ പന്നിയിറച്ചിയും കൊണ്ടുവരും, നോയിക്കോ. കൗസല്യ അവന്റെ ചെവിയിൽ പിടിച്ച് തിരിച്ചു. നീ കൊണ്ടുവരുവോടാ? വേദനിക്കുന്നു, വിട്ട് കൗസു. അർച്ചന അങ്ങോട്ട് വന്ന് ഇത് കണ്ടുകൊണ്ടാണ്. പ്രജേട്ടൻ കുറെ നേരമായി വന്നിട്ട്? ഇല്ലടി, ഇപ്പൊ കുറച്ച് ബീഫ് ഉണ്ടെന്നു, അതിനായി യുദ്ധം. മോളെ, ഇതെനിക്ക് ഇഷ്ടമല്ലെന്ന് ഇവൻ അറിയാം. ഞാൻ ഉണ്ടായിക്കോളാം, കുഞ്ഞുവാ അപ്പുറത്തേക്ക് പോയിക്കോ. പ്രജിത്ത് കൗസല്യെ ഉന്തിത്തള്ളി പുറത്തേക്ക് പറഞ്ഞയച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയും ക്ലീൻ ചെയ്ത ശേഷം മാത്രം നീ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. അവളും കഴിക്കില്ല, അവളെ കൊണ്ട് തൊടിയിക്കരുത്, കേട്ടല്ലോ? അവർ വിളിച്ചു പറഞ്ഞു. നീയും ബീഫ് കഴിക്കാറില്ലേ? പ്രജിത്ത് അവളെ നോക്കി. ഇല്ല, പക്ഷെ ഞാൻ സഹായിക്കാം. അത് മതി, കുറച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ഒന്ന് ശരിയാക്കി തരണം. എവിടെ വെച്ച് പാചകം ചെയ്ത കൊലപാതകം നടക്കും. അലക്കലിൻ്റെ അടുത്തൊരു അടുപ്പ് കൂട്ടാം. അവൻ പുറകിനെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അർച്ചന ചോപ്പിംഗ് ബോർഡ് എടുത്ത് അവന് വേണ്ടതൊക്കെ തയ്യാറാക്കാനും തുടങ്ങി. പ്രജിയേട്ടൻ പെണ്ണുകാളിലൊക്കെ മതിയാക്കിയോ? അരിഞ്ഞു വെച്ച സാധനങ്ങൾ, ആവശ്യമായ പൊടികളുമെല്ലാം അവൻ്റെ അടുത്ത് വെച്ച് അലക്കലിൽ ഇരുന്നുകൊണ്ട് അവൾ ചോദിച്ചു. അവനും അടുത്തു. 8 സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയതാ, ഒന്നും ശരിയായില്ല. കുറെ ഡിമാൻഡ് വെക്കുന്നുണ്ടാവും. ആര്? ഞാനോ? ഒന്ന് പോവാച്ചു. എനിക്കല്ല, പെൺപിള്ളേർക്ക് അവിടെ വീട്ടുകാർക്ക് ഡിമാൻഡുകൾ മതിയായി. ചുമ്മാ എല്ലായിടത്തും പോയി ചായ പിടിച്ച് വരാന്നല്ലാതെ ഒരു കാര്യമില്ല. എല്ലാം നിർത്തി, കല്യാണം കഴിക്കാതെയും ജീവിക്കാലോ. അവൻ അടുപ്പിലേക്ക് കുറച്ചുകൂടി ചുള്ളിക്കമ്പുകൾ എടുത്തു വെച്ചു. ശ്വേത ചേച്ചി വരട്ടെ, എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിറങ്ങി തപ്പാം. ആദ്യം അവളെ കെട്ടിച്ചു വിടണം, അവളുടെ കറക്കീടായിട്ട് കൂടുന്നുണ്ട്. ചേച്ചിക്കുണ്ട് വല്ല പ്രേമനൈരാശ്യവും? ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഏയ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനറിയും. അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന. കുടുംബം നോക്കാൻ വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു. ചേച്ചിയെ പഠിപ്പിച്ച് ജോലിക്കാരിയാക്കി. അച്ഛനുണ്ടാക്കിയ കടങ്ങൾ തീർത്തു. നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പം അവിടെ ചേച്ചിക്ക് അവളെ പുച്ഛ. ആദ്യം എല്ലാവരും ഫ്ലാറ്റിലായിരുന്നു താമസം. ചേച്ചിയുടെ കുത്തുവാക്കൾ കേട്ട് സഹിക്കാൻ വയ്യായിട്ട് അവൾ മാറിയത്. ഇപ്പം അവൾ ആരെയും ആശ്രയിക്കാതെ തനിച്ച് ജീവിക്കുന്നു. ഒരുപാട് യാത്രകൾ ചെയ്യും. ഒരിക്കൽ നഷ്ടപ്പെട്ട സന്തോഷമില്ലായിരുന്നു നേടിയെടുക്കുക. അവളുടെ അമ്മയുടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അതിന് നല്ല വില കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ചേച്ചിയും ഭർത്താവ് അമ്മയും ചാക്കിലാക്കി അത് എഴുതി വാങ്ങി. ഇവൾക്ക് ഈ പൊളിഞ്ഞു വീടാറായ വീടും 8 സെന്റ് സ്ഥലവും. കിച്ചുവും ഞാനും കുറേ പറഞ്ഞിട്ടാ ഇവിടെ ടൗണിൽ ഷോപ്പ് തുടങ്ങാൻ അവൾ സമ്മതിച്ചു. ആദ്യം എല്ലാം വിറ്റ് നോർത്ത് ഇന്ത്യയിലെങ്ങാണ്ട് പോകാനായിരുന്നു പ്ലാൻ. അവിടെ ഏതൊരു ഫ്രണ്ടുണ്ട്. എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ? മിക്കവാറും അടുത്ത ആഴ്ച എത്തും. ഇവിടെ നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി അവളെ കെട്ടിച്ചു വിടണം. അവളും കൂടി വിവാഹം കഴിച്ച് നരയിക്കുന്നുണ്ടാ എനിക്ക് സമാധാനമായി. കിട്ടാത്ത മുന്തിരി പുളിക്കും. അർച്ചനെ കുസൃതി ചിരിയോടെ അവനെ നോക്കി. ഇനി എനിക്കൊരു മുന്തിരി വേണ്ട. എല്ലാ അവളുമാർക്കും എന്തൊരു അഹങ്കാരം. ഗവൺമെന്റ് ജോലിക്കാരും അല്ലെങ്കിൽ ഫാമിലി കൊണ്ടുപോകാൻ പറ്റുന്ന ഗൾഫുകാരും, ഇത് മാത്രമാണ് വേണ്ട. കുറച്ചു നാൾ മുമ്പ് ഒരു സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയി. അവള് പറയാ പഠിച്ചു ചേർക്കനെ മതിയെന്ന്. 10ാം ക്ലാസ് തോറ്റവൾക്ക് IAS വരുമോ? പ്രജിത്ത് കുറച്ച് വിറക് കൂടി അടുപ്പിൽ വെച്ച്. എന്റെ ഭാര്യയാവുന്ന പെണ്ണ് ശരിക്കും ഭാഗ്യം ചെയ്തോളാ. അമ്മായിയമ്മയുടെ നാത്തൂനോട് വഴക്കൂടണ്ട. ആകെയുള്ള അച്ഛനാ. മൂപ്പരുടെ പണ്ടത്തെ വീരസാഹസകതകൾ കേൾക്കാൻ ഇരുന്നു കൊടുത്താൽ മാത്രം മതി. ഇവിടെ അമ്മായിമ്മ പോരില്ലല്ലോ, അർച്ചന അഭിമാനത്തോടെ പറഞ്ഞു. അതിന് കാരണം നിനക്കറിയോ? ഇവിടുത്തെ 2 ആൾക്കും പെൺകുഞ്ഞു വേണമെന്നായിരുന്നു ആഗ്രഹം. കഷ്ടകാലത്ത് എനിക്ക് കിച്ചു ജനിച്ചു. അങ്കവാടിയിൽ പോകുന്നവരവനെ പെൺകുട്ടിയെ പോലെ കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ ചീകെട്ടിയാ വളർത്തിയിരുന്നേ. അയ്യേ, ചുമ്മാ ഇല്ലാത്ത പറയില്ലേ പ്രജിയേട്ടാ. സത്യം, നീ വേണമെങ്കിൽ കൗസിനോട് ചോദിച്ചു നോക്കേ. പ്രജിയേട്ട മാത്രം അമ്മയെ കൗസു എന്ന് വിളിക്കുന്നു. ചേച്ചിയൊക്കെ അമ്മ എന്നാ. അർച്ചന പരിഭവിച്ചു. കൗസു എന്ന് മാത്രമല്ല, പൊന്നെ, മുത്തേ, ചക്കര എന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ. അവനൊന്ന് ചിരിച്ചു. പിന്നെ അമ്മ എന്ന് വിളിക്കാത്തതിന് കാരണമുണ്ട്. സാധാരണ എല്ലാവർക്കും അമ്മ എന്ന സ്നേഹത്തിന്റെ പ്രതീകമാണ്. പക്ഷെ എനിക്കങ്ങനെയല്ല. 3 വയസ്സുള്ള മകനെ ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ അനിയൻ്റെ കൂടെ ഒളിച്ചോടി പോയ നികൃഷ്ടയായ സ്ത്രീയാ എൻ്റെ അമ്മ. അർച്ചന തീപ്പൊള്ളലേറ്റ പോലൊന്ന് ഞെട്ടി അവനെ നോക്കി. പുതിയ അറിവായിരുന്നു അത്. പ്രജിത്തിൻ്റെ അമ്മ മരിച്ചുപോയി എന്നാണ് ഇത്രയും ദിവസം വിശ്വസിച്ചിരുന്നത്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ മാഷ് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുപോയി. എനിക്ക് സംസാരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചവനാ കിച്ച്. ഒരു ദിവസം അവൻ കൗസുവിനെയും ബാരറ്റിനെയും കുട്ടി എൻ്റെ വീട്ടിലേക്ക് വന്നു. അന്ന് തൊട്ട് ഞാൻ ഈ കുടുംബത്തിലെ അംഗമാണ്. ഇനി നീ പറ, സ്വന്തം സുഖം തേടിപ്പോയ സ്ത്രീയെ വിളിക്കുന്ന പേര് എങ്ങനെ ഞാൻ ഇവരെ വിളിക്കും? അവൾക്ക് വാക്കുകളൊന്നും കിട്ടിയില്ല. മറ്റുള്ളവരെ ചിരിപ്പിച്ച് ബഹളം വെച്ചടക്കുന്ന ഒരാളുടെ മനസ്സിൽ ഇത്രയും വലിയ വേദനയുണ്ടെന്നത് അവിശ്വസനീയമായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു പ്രജിത്ത് ശ്രദ്ധിച്ചു. നീ എന്തിനാ വിഷമിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഞാൻ കരുതിയതൊക്കെ നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. അതൊക്കെ പോട്ടെ.
നീ എന്തോ പഠിക്കാൻ പോകുന്നെന്ന് കിച്ചു പറഞ്ഞല്ലോ, അതെന്തായി? ചേച്ചി നാട്ടിലെത്തിയിട്ടേ പോകുന്നുള്ളൂ. കൃഷ്ണേട്ടൻ്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മരുന്ന് കഴിക്കുന്നുണ്ട്. ബീഫ് വരട്ടിയത് ഉണ്ടാക്കി തീരുന്നവരെ അർച്ചന അവിടെ ഇരുന്ന് പ്രജിത്തിനോട് സംസാരിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിൽ അവൻ കുറച്ചെടുത്ത് ഭദ്രമായി അടച്ചു വെച്ചു. ഇത് ബാലേട്ടനും കിച്ചുവിനും, ബാക്കിയുള്ള ഞാൻ കൊണ്ടുപോവാ. വീട്ടിലേക്കാണോ? അല്ല, പുഴക്കരയിലേക്ക്. കൂട്ടുകാരങ്ങോട്ട് വരും. ഞായറാഴ്ചയല്ലേ, വെള്ളടിച്ച് ഇച്ചിരി ചൂണ്ടിട്ട് അവിടെ ഇരിക്കും രാത്രി വരെ. പ്രജേട്ടാ, ഞാൻ കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. എന്താടി? കിഷോറേട്ടൻ കുടിക്കാറുണ്ടോ? പിന്നെ കുടിച്ച് നാട്ടുകാരെ മൊത്തം തെറി വിളിക്കും. പോ അവിടുന്ന്. അർച്ചന മുഖം വീർപ്പിച്ച് നിന്നു. ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. അവൻ വല്ലപ്പോഴും 1-2 അടിക്കുന്ന എൻ്റെ കൂടെ മാത്രമായിരുന്നു. നിന്നെ കെട്ടിയതിനു ശേഷം അതും നിന്നു. കുറച്ച് ദിവസം മുമ്പ് ഞാൻ അവരോട് നന്നായെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ചുവും മോളുണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെടില്ലെന്ന്. പ്രജിത്ത് അവളുടെ തൊട്ടടുത്ത് ചെന്ന് നിന്നു. അച്ചു അവൻ്റെ കൂട്ടുകാരനായിട്ടല്ല, നിന്റെ ഏട്ടനായിട്ട് പറയുക. സ്ത്രീകളെ അവൻ ഏറെക്കുറെ മറന്നു കഴിഞ്ഞു. ഇപ്പം നീയും മോള് മാത്രമേ മനസ്സിലുള്ളൂ. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഒഴിച്ച ആളൊരു പാവ. ഭാര്യയായിട്ട് മാത്രമല്ല, നല്ലൊരു ഫ്രണ്ടായിട്ട് കൂടി നീ ഒന്നിച്ചുണ്ടാവണം. അവൾ തലയാട്ടി. എന്നാ ഞാൻ പോവാ, അവന്മാരിപ്പോൾ തെരുവിളി തുടങ്ങും. അവൻ നടക്കാൻ തുടങ്ങി. അതേ, അവൾ വിളിച്ചു. പ്രജിത്ത് തിരിഞ്ഞു നോക്കി. ഞാൻ പ്രജിയേട്ടൻ്റെ ആരാന്ന് പറഞ്ഞ്? അനിയത്തി അല്ലേ? അതെ. ആ അധികാരത്തിൽ പറയുക, കള്ളുടി കുറക്കണം. പൂർണ്ണമായി നിർത്താനല്ല, പരമാവധി കുറച്ചാൽ മതി. സത്യം ചെയ്യേ. അവൾ കൈ നീട്ടി. എൻ്റെ വീക്ക്നെസ്സിൽ തന്നെ കയറി പിടിക്കണം അല്ലേ? അനുസരിക്കാൻ പറ്റൂല്ലയോ? ആകെയുള്ള ആശ്വാസം നീ ഉപേക്ഷിക്കാൻ പറയുന്ന ഓർമ്മ വേണം. ആശ്വസിപ്പിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അവൻ അവളുടെ ഉള്ളങ്കയിലേക്ക് കൈവച്ച്. ശരി, നീ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടല്ലേ, ഇന്നത്തേക്ക് വിട്. ഇനി മുതൽ ഞായറാഴ്ചയിൽ മാത്രം കൃത്യം 2 പെഗ്, അതിൽ കൂടുതൽ കഴിക്കില്ല, സത്യം. അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. പ്രജിത്ത് കയ്യിലൊരു പാത്രമായി വരുന്നത് ഉമ്മർത്തിരുന്ന കൗസല്യെ കണ്ടു. പാചകം കഴിഞ്ഞോടാ? ആ കഴിഞ്ഞു. നീ ഇതെടുത്ത് എങ്ങോട്ടാ? ഇവിടുന്ന് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. ഓ വേണ്ടായേ, ഇന്ന് അവസാനത്തെ ആഘോഷ, പോയി തകർക്കട്ടെ. അതെന്താടാ? ദേ ആ കുരിപ്പിനോട് ചോദിച്ചു നോക്ക്. പിന്നാലെ വന്ന് അർച്ചനയെ ചൂണ്ടിക്കൊണ്ടവൻ പറഞ്ഞു. ഞാൻ പോവാ, നാളെ കാണാം. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി തന്റെ സൈക്കിൾ ചവിട്ടി ഗേറ്റ് കടന്ന് പോയി. എന്താ സംഭവം മോളെ? അതൊന്നുമില്ലമ്മേ, കള്ളുടി നിയന്ത്രിക്കാൻ ഞാൻ സത്യം ചെയ്യിപ്പിച്ചു. അതെന്തായാലും നന്നായി. വേറെ 2-3 തലതിരിച്ച കൂട്ടുകാരുണ്ട്, അവന്മാരുടെ കൂടെ പോകുമ്പോഴാണ് ഇവനും കുടിക്കുന്നേ. അവർ കയ്യിൽ നിന്ന് പത്രം മടക്കി കസേരയിൽ വെച്ച് എഴുന്നേറ്റു. ഞാനൊന്ന് കിടക്കട്ടെ. കൗസല്യ മുറിയിലേക്ക് പോയപ്പോൾ അർച്ചന ഹാളിൽ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന തന്റെ മൊബൈൽ എടുത്ത് ഉമ്മറത്ത് വന്നിരുന്നു. യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട് പാതി തീർന്നപ്പോഴേക്കും കിഷോറിന്റെ ബൈക്ക് മുറ്റത്തേക്ക് കയറി വന്നു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. ജാനി എവിടെ കിഷോറേട്ടാ? അവള് സൂറുമറക്കിലുണ്ട്, അച്ഛനടുന്ന് വരുന്നില്ല. അയ്യോ, രാത്രി വരെ അവിടെ നിൽക്കാനാണോ? അതറിയില്ല, ഇന്ന് ഞായറാഴ്ച കൊണ്ട് അച്ഛൻ നേരത്തെ വരുമായിരിക്കും. അമ്മയുടെ ഉറങ്ങുവാ, ഊണെടുത്ത് വെക്കട്ടെ. കുളിച്ചിട്ട് മതി. നീ കഴിച്ചോ? ഇല്ല. അവൻ മുകളിലേക്ക് കയറിപ്പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വിളിക്കുന്ന കേട്ട് അവൾ അങ്ങോട്ട് കയറി ചെന്നു. എന്താ? കിഷോർ ഒന്നും മിണ്ടാതെ ഡോറടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് അവളുടെ ഇരുതോളിലും കൈവച്ചു. ഹൃദയമിടിപ്പ് കൂടുന്ന അർച്ചന അറിഞ്ഞു. കാലുകളിൽ വിറയൽ. അച്ചു. പ്രണയാർദ്രമായ വിളി. എന്തോ? അവൾ പോലും അറിയാതെ വിളി കേട്ടു. നീ ഹാപ്പിയാണോടി? 101%. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ജാനിയുടെ കഥകളൊക്കെ അറിഞ്ഞിട്ടും കിഷോറിന് അവളോട് സ്നേഹം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. അതുവരെ കൊച്ചായെന്ന് വിളിച്ചുകൊണ്ടിരുന്ന അവൾ നിർബന്ധിച്ച്. ഏറ്റവും വലിയ ഭയം ഇവിടെയുള്ളവരൊക്കെ സത്യം അറിഞ്ഞ് അവളെ വെറുക്കുക എന്നതായിരുന്നു. പക്ഷെ അവൾ ചേച്ചിയുടെ കുഞ്ഞിലെന്ന് പുറത്തുള്ള ആരും അറിയരുതെന്ന് അമ്മ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പേടിയാവുക. അവളുടെ ശബ്ദമിടറി. എന്തിന്? ഇത്രയും സ്നേഹമൊക്കെ ഒന്നിച്ച് കിട്ടി, എന്തെങ്കിലും ഇതില്ലാതായാൽ ഞാൻ തകർന്നു പോകും. കിഷോർ അവളെ മാറോട് ചേർത്ത് പിടിച്ചു. വെറുതെ ഓരോന്നും ചിന്തിക്കലേ വേണേ. ആത്മാർത്ഥമായ സ്നേഹം ഒരിക്കലും നശിക്കില്ല. അതിരങ്ങളാൽ തന്നെ നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ അവൻ ഒപ്പിയെടുക്കുന്ന അർച്ചനെ അറിഞ്ഞു. കൂമ്പി അടഞ്ഞ മിഴികൾക്ക് മീതെയും നാസികത്തുമ്പിലും മൃദുചുംബനങ്ങൾക്കൊടുവിൽ വിറകൊള്ളുന്ന അവളുടെ ചുണ്ടുകൾക്കടുത്തെത്തി അവനൊരു നിമിഷം നിന്നു. അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. എനിക്ക് നിന്നോട് പ്രണയം തോന്നി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അത് തുറന്ന് പറയുകയും ചെയ്തു. പക്ഷെ നീ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ഭർത്താവിൻ്റെ അധികാരം ഉപയോഗിച്ച് ദാമ്പത്യ ജീവിതം ആരംഭിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പറ, നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ? അതോ ഞാനും വീട്ടുകാരും ചെയ്യുന്നുള്ള നന്ദിയായിട്ടാണോ നീ എല്ലാം സഹിക്കുന്നത്? പൂർത്തിയാക്കും മുമ്പ് അർച്ചന അവൻ്റെ വാപത്തി. എന്താ കിഷോറേട്ട ഈ പറയുന്നത്? ഇഷ്ടക്കേട് എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയല്ല അച്ചു. നിന്റെ പെരുമാറ്റത്തിന് ബഹുമാനമുണ്ട് ഒരുപാട്. പക്ഷേ പ്രണയം കാണാൻ പറ്റുന്നില്ല. എന്ന് നിനക്കതിന് കഴിയുന്നുവോ അന്നേ എല്ലാ അർത്ഥത്തിൽ നമ്മൾ ഒന്നാവും. അല്ലാതെ എൻ്റെ ഇഷ്ടം മാത്രം നോക്കി ഞാനൊന്നും ചെയ്യില്ല. പുഞ്ചിരിയോടെ അവിടെ കവളിൽ ഉമ്മ വെച്ച് അവൻ ബാത്റൂമിലേക്ക് നടന്നു. ഫുഡ് എടുത്ത് വെച്ചോ, ഞാനിപ്പോൾ വരാം. കണ്ണുകൾ നിറഞ്ഞത് കാരണം പടികളിറങ്ങാൻ അർച്ചന ബുദ്ധിമുട്ടി. മനസ്സ് പിടയുകയാണ്. നിങ്ങളെൻ്റെ പ്രാണനാണ് കിഷോറേട്ട.
ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലെ വേദന നിങ്ങളോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയില്ല. ഒരു നാളെല്ലാം അറിയുമ്പോൾ എന്നെ വെറുക്കുമോ എന്ന പേടി കാരണം പല രാത്രികളും ഞാൻ ഞെട്ടി ഉണർന്നിട്ടുണ്ട്. അവളുടെ കാലിടറി കൈവരികൾ പിടിച്ചുകൊണ്ട് വീണില്ല. ശ്വേത ചേച്ചി പെട്ടെന്ന് വന്നിരുന്നെങ്കിലെന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. താൻ പറയുന്ന ക്ഷമയോടെ കേൾക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ചേച്ചിക്ക് മാത്രമേ കഴിയൂ. കാലുകൾക്ക് ബലക്ഷയം അനുഭവപ്പെട്ടപ്പോൾ പടിയിലിരുന്ന് അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. വേനൽ മഴ പെയ്തിറങ്ങുന്ന ഒരു രാത്രി. ബാലനും കൗസല്യയും ജാനിമോളും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരിടം വരെ പോവാനുണ്ട്, വൈകുമെന്ന് കിഷോർ വിളിച്ചു പറഞ്ഞതിനാൽ അവനെയും കാത്ത് റോഡിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അർച്ചന. എവിടെ എത്തിയെന്ന് വിളിച്ചു ചോദിക്കാൻ ഉള്ളം കൊതിച്ചെങ്കിലും ബൈക്ക് ഓടിക്കുന്നയാളുടെ ശ്രദ്ധ തെറ്റി അപകടമുണ്ടാവുമെന്ന പേടി കാരണം അവൾ അത് വേണ്ടെന്ന് വെച്ചു. അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ടാണ് അവൻ വന്നത്. ഡ്രസ്സെല്ലാം നനഞ്ഞിട്ടുണ്ട്. ബൈക്ക് നിർത്തി അവൻ പെട്ടെന്ന് ഉമ്മറത്തേക്ക് കയറി. കോട്ട് എടുത്തുകൂടായിരുന്നോ? പെട്ടെന്ന് കുളിച്ചതൊക്കെ മാറ്റി. ആരെങ്കിലും പ്രതീക്ഷ മഴ പെയ്യുന്നു? അവർക്ക് ഉറങ്ങി വച്ചു. വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് രണ്ടുപേരും മുകളിലേക്ക് കയറി. അവൻ ബാത്റൂമിലേക്ക് പോയപ്പോൾ അർച്ചന അവന് ധരിക്കാനുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചു. പിന്നെ ഫോൺ എടുത്ത് ശ്വേതയെ വിളിച്ചു. അച്ചു, ഫുഡ് കഴിച്ചോ? ആ ചേച്ചിയോ? ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ശരവണൻ, അവൻ്റെ കൂടെ പുറത്ത് വന്നാ. ഫ്രണ്ട് തന്നെയാണോ? ചോദ്യം മനസ്സിലായി. എനിക്ക് ഫ്രണ്ട് മാത്രമാണ്. പക്ഷെ അവൻ അങ്ങനെയല്ലെന്നാ തോന്നുന്നത്. ഇതുവരെ പ്രപ്പോസ് ചെയ്തില്ല കേട്ടോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തെറി വിളിക്കുന്ന എൻ്റെ സ്വഭാവം ഭയന്നിട്ടാവും. തുറന്നു പറഞ്ഞാൽ ചേച്ചി സ്വീകരിക്കുമോ? ഏയ്, ഇനി അഥവാ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ മലയാളിയെ, വേറെ ആരെയും താല്പര്യമില്ല. അതവിടെ നിൽക്കട്ടെ. നിന്റെ ബ്യൂട്ടീഷ്യൻ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രസമുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പെട്ടെന്ന് പഠിച്ചെടുക്ക്. കിച്ചുവിൻ്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പിംഗ് മാളില്ലേ, അവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ള പ്ലാൻ അവനുണ്ട്. തൽക്കാലം 2 സ്റ്റാഫിന് വെക്കും. നീ റെഡിയായ നിനക്ക് അവിടെ നിൽക്കാനോ. തൊട്ടടുത്ത് തന്നെ എൻ്റെ ഗിഫ്റ്റ് ഷോപ്പും തുടങ്ങും. ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. കോഴ്സ് കഴിഞ്ഞ് എവിടെയും കുറച്ചാൾ ജോലി കയറിയിട്ട് സ്വന്തമായിട്ട് ഷോപ്പ് ഇടാന്നു പറഞ്ഞേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാം തീരുമാനിച്ചു. ഞാനൊന്നും അറിഞ്ഞില്ല. അർച്ചനയുടെ സ്വരത്തിൽ പരിഭവം കലർന്നു. സർപ്രൈസ് തരാനിരുന്നാവും. എടി ഞാൻ വെക്കുവാണേ. പാവ ശരവണനോട് ഒന്ന് മുഷിയുന്നു. അവനോട് സംസാരിക്കട്ടെ. എന്തായാലും ഈ ആഴ്ച ഞാൻ അവിടെ എത്തും. ബാക്കി നേരിൽ. അവൾ ഫോൺ വെച്ചു. അർച്ചനയ്ക്ക് എന്തെന്നില്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു. എല്ലാം പ്ലാൻ ചെയ്തു വെച്ചിട്ടും തന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. കൃത്യമായി എല്ലാം ശ്വേത ചേച്ചിയും ബ്രിജിയേട്ടിനെ അറിയിക്കുന്നുണ്ട്. ഫോൺ മേശപ്പുറത്ത് വെച്ച് അവൾ കട്ടിൽ കയറി കിടന്നു. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയ കിഷോർ അവളെയും നോക്കി. പിന്നെ ഡ്രസ്സ് മാറി അടുത്തു വന്നിരുന്നു. അച്ചു, അവൾ എഴുന്നേറ്റ് മുടി വാരിക്കെട്ടി. ഫുഡ് എടുത്ത് വെക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചിട്ട് വന്നു. നീ കഴിച്ചോ? അവൾ വീണ്ടും കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ അവളുടെ അരിയിലേക്ക് ചേർന്ന് കിടന്ന് വലം കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. അവൾ അനങ്ങാതെ കിടന്നതേ ഉള്ളൂ. നീ ആരോട് ഫോണിൽ സംസാരിക്കുന്ന കേട്ടല്ലോ? ശ്വേത ചേച്ചിയായിരുന്നു. അവളെന്താ പറയുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ പുതിയ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ലല്ലോ. കിഷോർ പരമാവധി അവളോട് ചേർന്ന് കിടന്ന് ഒരു കാലുകൂടി അവളുടെ ദേഹത്തേക്ക് വെച്ചു. പിന്നെ മുഖം അവളുടെ കാതിലേക്ക് അടുപ്പിച്ചു. എൻ്റെ കുശുമ്പിപ്പാറു, അവിടെ ഒരു ഷോപ്പ് നോക്കി വെച്ചൊന്നുമില്ലാതെ വേറൊന്നും തീരുമാനമായിട്ടില്ല. എല്ലാം റെഡിയാക്കിയിട്ട് നിന്നെ സർപ്രൈസായി കൊണ്ടുപോകാനും നിന്നെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. ആ തിണ്ടിയെല്ലാം കൊളാക്കിയല്ലേ. നേരം പുല്ലട്ടെ, എന്നിട്ട് ഞാൻ അവൾ വിളിക്കുന്നുണ്ട്. വീണെടുത്ത് കിടന്ന് ഉരുളണ്ട. അവൾ അകന്ന് മാറി കിടക്കാൻ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. അങ്ങോട്ട് നീ കിടന്നി, എനിക്ക് ഉറങ്ങണം. മനസ്സില്ല, നീ പോയി കേസ് കൊടുക്ക്. അവൾ കുതറി നോക്കി. ഫലമില്ലാതായപ്പോൾ തൻ്റെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു. അവൻ്റെ വയറിൽ ഇക്കിളിയിട്ടു. അതോടെ അവൻ പുളഞ്ഞുകൊണ്ട് പിടിവിട്ടു. പിന്നെ പൂർവാധികം ശക്തിയോടെ അവിടെ 2 കൈയും പിടിച്ചു വെച്ചു. സ്ഥാനം തെറ്റിക്കിടന്ന ടോപ്പിന് കീഴെ വയറിൽ തൻ്റെ മുഖം കൊണ്ടൊന്ന് ഉരസി. താടിരോമകൾ കൊണ്ടപ്പോൾ അവൾക്ക് ഇക്കിളിയായി. വേണ്ട കിഷോറേട്ടാ, നിർത്ത്. അവൾ ചിരിച്ചുകൊണ്ട് ശരീരം ഇളക്കി. അവൻ നിർത്തിയില്ല. എന്നോട് കളിക്കാറായോടി നീ? അവൻ മുഖമിട്ട് ഉരക്കുന്നത് തുടർന്നു. അവൾ തളർന്നു എന്ന് തോന്നിയപ്പോൾ കിഷോർ മുഖം നേരെ അവളുടെ മുഖത്തോട് അടുപ്പിച്ചു. നേരത്തെ വെളിച്ചത്തിൽ ആ കണ്ണുകളിലെ തിളക്കം അവന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പുറത്ത് മഴ പെയ്യുന്ന ശബ്ദം. അച്ചു, നിന്നെനിക്ക് ഒത്തിരി ഇഷ്ടമാടി. അവളൊന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. നേർത്ത പുഞ്ചിരിയോടെ, അതിലുപരി സ്നേഹത്തോടെ തന്നെ നോക്കുന്ന പുരുഷൻ, തൻ്റെ ഭർത്താവ്. അവളും മൃദുവായി ഒന്ന് ചിരിച്ചു. കവിളിലേക്ക് വീണ് കിടക്കുന്ന അവിടെ മുടിയകൾ പിന്നോട്ട് ഒതുക്കി വെച്ച് അവിടെ ചുംബിച്ചു. സിരകളിലൂടെ മിന്നൽ പിണർ തലച്ചോറിലേക്ക് കുതിച്ച് പായുന്നത് അവൾ അറിഞ്ഞു. അടുത്ത ചുംബനം കഴുത്തിലായിരുന്നു. കിഷോറിന്റെ ചുടുനിശ്വാസം അവിടെ തട്ടിയപ്പോൾ അവളൊന്ന് വിറച്ചു. വയറിലൂടെ അവന്റെ വിരലുകൾ പതിയെ സഞ്ചരിക്കുന്നത് അവൾ അറിഞ്ഞു. കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൾ അവനെ ചേർത്തു പിടിച്ചു. പെട്ടെന്ന് അവളുടെ മനസ്സിലൊരു നടുക്കം അനുഭവപ്പെട്ടു. ശരീരം മുഴുവൻ വിയർത്ത് കുളിച്ച്. കിഷോറിനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ എഴുന്നേറ്റിരുന്നു. എന്തു പറ്റി അച്ചു? അവൻ അമ്പരപ്പോടെ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അവൾ കാൽമുട്ടുകളിൽ മുഖം പൊഴുത്തിയിരുന്നു. കിഷോർ എഴുന്നേറ്റ് ലൈറ്റിട്ടു. പിന്നെ അവളുടെ അടുത്ത് നിന്ന് തലപിടിച്ച് ഉയർത്തി. നീ കാര്യം പറ. കിഷോറേട്ടൻ ശ്രീകല ചേച്ചിയെ മറന്നോ? നീ എന്തിനാ ഇപ്പം അവളുടെ കാര്യം സംസാരിക്കുന്നത്?
അവൻ്റെ മുഖമിരുണ്ടു. ചോദിച്ചതിന് ഉത്തരം പറ, മറന്നോ? നിനക്ക് എന്താടി? അവൻ പതിയെ അർച്ചനയുടെ തോളിൽ കൈവച്ചു അവളെ തട്ടിമാറ്റി. അത് കിഷോറേട്ടനോട് പറഞ്ഞിരുന്നു, സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഒരിക്കലും നശിക്കില്ലെന്ന്, അല്ലേ? അതിന് 6 വർഷത്തെ സ്നേഹം ആത്മാർത്ഥമായത് തന്നെയല്ലേ? അത് ഇത്രയും പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? എന്തു പറയണമെന്നറിയാതെ അവൻ അർച്ചനയെ തന്നെ നോക്കിയിരുന്നു. എന്നെ തൊടുമ്പോഴും മോഹിക്കുമ്പോഴും പഴയ കാമുകിയാണ് ഓർക്കുന്നത്. അവളുടെ മുഖം മനസ്സിൽ വെച്ചുകൊണ്ടാണോ എൻ്റെ ശരീരം സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്? അതോടെ കിഷോറിനെ നിയന്ത്രണം വിട്ടു. അവൾ അടിക്കാൻ കയ്യോങ്ങിയതാണ്, പക്ഷെ അവന് കഴിഞ്ഞില്ല. എന്തൊക്കെയാണ് നീ പറയുന്നത്? വല്ല ബോധമുണ്ടോ? ശരിയാടി, അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു ഒരുപാട്. അത് കഴിഞ്ഞു. നീ വന്നതിന് ശേഷം നിന്നോട് നീതി പുലർത്താൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഓരോ നിമിഷവും നിന്നോർത്ത് നിനക്കും മോൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്നു. എന്നോട് തന്നെ നീ ഇത് പറയണം. കിഷോറിന്റെ കണ്ടമിടറി അവൻ എഴുന്നേറ്റു. നിന്നെ ഞാൻ ചതിച്ചിട്ടില്ല. പഴയ ബന്ധത്തിന്റെ വേദന മാറിയ ശേഷം മാത്രം നിന്നോട് അടുക്കൂ എന്ന് വാശി പിടിച്ചത് എനിക്ക് വേണ്ടിയല്ല. ഇപ്പൊ നീ ചോദിച്ച ചോദ്യങ്ങൾ അന്ന് നിന്റെ മനസ്സിൽ തോന്നരുതെന്ന് കരുതിയ. ഒരേ കട്ടിൽ കിടക്കുമ്പോഴും പരിധികൾ വിടാൻ നിന്ന് നിന്റെ മനസ്സും ശരീരവും പൂർണ്ണമായി ഒരുങ്ങിയ ശേഷം മാത്രം മതി എന്ന നിർബന്ധം എനിക്കുള്ളതുകൊണ്ടാ ഇപ്പൊ ആ സ്വാതന്ത്ര്യം എടുത്തു പോലും നിന്റെ കണ്ണുകളിൽ പ്രണയം കണ്ടുകൊണ്ടാ. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. അർച്ചന ശീല പോലെ ഇരിക്കുകയാണ്. 6 വർഷം പ്രണയിച്ചിട്ടും അവളുടെ വിരൽ തുമ്പിൽ തൊട്ടുപോലും ഞാൻ അശുദ്ധമാക്കിയിട്ടില്ല. കാമം മാത്രമല്ല പ്രണയമെന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. എന്നെയാ നീ ഇപ്പം അപമാനിച്ച്. കുറച്ച് ദിവസങ്ങളായിട്ടുള്ള നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഒരായുസിന് മുഴുവൻ സ്നേഹം നിനക്കെന്ന ഞാനാ വിട്ടി. അവൻ അലമാര തുറന്നൊരു ബെഡ്ഷീറ്റ് എടുത്തു. ഇനി നിന്റെ ദേഹത്ത് ഞാൻ അറിയാതെ പോലും തൊടില്ല. കാശ് കൊടുത്തൊരു പെണ്ണിന്റെ കൂടെ കിടന്നാൽ പോലും നീയായിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചാ ഞാൻ മരിക്കും. വാതിൽ തുറന്ന് അവനൊന്ന് തിരിഞ്ഞവളെ നോക്കി. ഒരപേക്ഷയുണ്ട്, ഇതൊന്നും താഴെറുങ്ങുന്ന പാവങ്ങൾ അറിയരുത്. അവരുടെ മനസ്സ് വേദനിക്കും. മകൻ മഹാലക്ഷ്മിയെ പോലൊരു പെണ്ണിനെ കെട്ടി സുഖമായി ജീവിക്കുന്നുണ്ട് ആഹ്ലാദിക്കുന്ന അവരെ കരയിപ്പിക്കരുത്. അവൻ പുറത്തിറങ്ങി വാതിൽ ചാരി അടുത്ത മുറിയിലേക്ക് നടന്നു. കുറച്ചു നേരം കൂടി അതേ ഇരിപ്പ് തുടർന്ന ശേഷം അവൾ ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. കിഷോറേട്ടാ, എന്നോട് ക്ഷമിക്കണേ. എനിക്ക് വേറെ വഴിയുണ്ടായില്ല. നെഞ്ച് പൊട്ടിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഭാര്യയാവാൻ അർഹതയില്ലാത്തവളാണ് ഞാൻ. മരിക്കാൻ വരെ തോന്നുക. പക്ഷെ അങ്ങനെ ചെയ്ത ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവുമെന്ന് പേടിച്ചിട്ടാ. എന്നെ വെറുത്തു, ഉപേക്ഷിച്ചു. പക്ഷെ ശപിക്കരുത്. അവളുടെ ഹൃദയം തേങ്ങി. പുറത്ത് ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. മഴ ശമിച്ചിട്ടും കണ്ണുനീർ പെയ്തുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ അർച്ചന എഴുന്നേറ്റ് കുളിച്ചുവിടാൻ അടുത്ത മുറിയിൽ പോയി നോക്കി. വാതിൽ അടച്ചിട്ടില്ല. അവിടെ ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന കിഷോറിനെ കണ്ടപ്പോൾ അവൾക്ക് സങ്കടം സഹിച്ചില്ല. പൊട്ടി വന്ന കരച്ചിൽ കടിച്ചമർത്തി അവൾ താഴേക്ക് ഇറങ്ങി. ബാലൻ സോഫയിൽ ഇരുന്ന് പത്രം വായിക്കുകയാണ്. അവളെ കണ്ടത് അയാളൊന്ന് ചിരിച്ചു. അവൻ ഇന്നലെ എപ്പോഴാ വന്ന മോളെ? 11 മണിയായി. അവൾ അടുക്കളയിലേക്ക് നടന്നു. കൗസല്യ ചായ ഉണ്ടാക്കിയാണ്. ഇന്ന് ദോശ മതിയോ മോളെ? അമ്മയുടെ ഇഷ്ടം. അവൾ പുഞ്ചിരിച്ചു. നീ കരഞ്ഞോ? അവളുടെ ചുവന്ന കണ്ണുകളും വീർത്ത കൺപോളകളും നോക്കി സംശയത്തോടെ അവർ ചോദിച്ചു. ഏയ് ഇല്ല. കള്ളം പറയില്ലേ. എന്താ, അവൻ വഴക്കിട്ടോ? കൗസല്യ അവളെ ചേർത്ത് നിർത്തി. ഇല്ലമ്മേ. പിന്നെ എന്തിനാ എൻ്റെ മോള് കരഞ്ഞേ? അമ്മയോട് പറ. അതോടെ അതുവരെ പിടിച്ചു നിർത്തിയതെല്ലാം വീണ്ടും അണമുറിഞ്ഞൊഴുകി തുടങ്ങി. അവരുടെ തോളിൽ മുഖമമർത്തി അർച്ചന കരഞ്ഞു. ശബ്ദം കേട്ട് ബാലൻ അങ്ങോട്ട് വന്നെങ്കിലും മിണ്ടരുതെന്ന് കൗസല്യ ആംഗ്യം കാണിച്ചപ്പോൾ അയാൾ തിരിച്ചുപോയി. അവരവളെ ഡൈനിങ് ടേബിളിനടുത്തുള്ള ചെയറിലിരുത്തി. മോള് പറ, എന്താ കാര്യം? വാത്സല്യത്തോടെ അവർ ചോദിച്ചു. എനിക്ക് അച്ഛനെ കാണാൻ കൊതിയാവും അമ്മേ. അയ്യേ, അതിനാണ് ഈ കരഞ്ഞ്. ഞാൻ പേടിച്ചു പോയി. ഞാൻ 2 ദിവസം അവിടെ പോയി നിന്നോട്ടെ. അതിനെന്താ, പോയിക്കോ. ഇന്നലെ ജാനിയും പറയുന്നുണ്ടായിരുന്നു അപ്പൂപ്പനെ കാണണമെന്ന്. നിനക്ക് അവിടുന്ന് ബസ്സുണ്ടോ ക്ലാസ്സിന് പോവാൻ? ഉണ്ട്. എന്നാ പ്രശ്നമില്ല. ജാനിയുടെ ടീച്ചറെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം. അവൾ 2 ദിവസം വരില്ലെന്ന്. സന്തോഷമായല്ലോ. ഇനി കണ്ണൊക്കെ ഒന്ന് തുടച്ചൊന്ന് ചിരിച്ചേ. അവൾ അനുസരിച്ചു. മേലിൽ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾക്കൊന്നും കരയരുത്. അവിടെയുള്ളത് നിന്റെ അച്ഛനാ. കല്യാണം കഴിഞ്ഞെന്ന് കരുതി ബന്ധം ഇല്ലാതാവുന്നില്ല. ഇടയ്ക്ക് കാണാൻ പോകണം. ഇവിടെ ആരും തടയില്ല. കീച്ചു എഴുന്നേറ്റോ മോളെ? ഇല്ല. ശരി, അവനോട് ഞാൻ പറഞ്ഞോളാം. അച്ഛൻ്റെ കൂടെ നീയും ജാനിയും ടൗണിലേക്ക് പോയിക്കോ. നിന്റെ ക്ലാസ് കഴിയുമ്പോൾ അവൾ സൂപ്പർ മാർക്കറ്റിൽ ഇരുന്നോളൂ. അതിനുശേഷം അച്ഛൻ തന്നെ നിങ്ങൾ ഏതെങ്കിലും വണ്ടി പിടിച്ച് അങ്ങോട്ട് വിടും. പോരെ? അവൾ തലയാട്ടി. ഫ്രിഡ്ജിൽ ദോശമാവ് ഇരിപ്പുണ്ട്. ഞാൻ ചമ്മന്തി അരക്കാം. വാ. അവൾ എഴുന്നേറ്റു. കിഷോർ റെഡിയായി താഴെ വന്നു. മുറ്റത്ത് നിന്ന് പല്ലിലേക്കായിരുന്ന ജന്നിയെ കുറച്ചു നേരം കൊഞ്ചിച്ച് തൻ്റെ മുഖത്തൊന്നും നോക്ക പോലും ചെയ്യുന്നില്ലെന്ന് അർച്ചന ശ്രദ്ധിച്ചു. സാരമില്ല, താനിത് അറിയിക്കുന്നു. അവൻ്റെ മുന്നിലെ പ്ലേറ്റിലേക്ക് ദോശ വെച്ചുകൊണ്ട് അവൾ കൗസല്യെ നോക്കി. കിച്ചു, ഇവൾക്ക് വീട് വരെ ഒന്ന് പോകണമെന്ന്. 2 ദിവസം അവിടെ നിൽക്കാനൊരാഗ്രഹം. അവനൊന്ന് മൂളി. ജാനിക്കും പോകണമെന്നാ. അതൊന്നും ശരിയാവില്ല. അവളില്ലാതെ വീട് ഉറങ്ങിയ പോലെ ആവും. സാരമില്ലടാ, 2 ദിവസത്തെ കാര്യമില്ലേ. കുഞ്ഞിന് ആശയുണ്ടാവില്ല അപ്പൂപ്പനെ കാണാൻ. എന്തെങ്കിലും ചെയ്യും. എല്ലാം തീരുമാനിച്ച ശേഷമല്ലേ എന്നോട് പറയുന്നത്. ഇനി ആ വീട്ടിലൊന്നും വേണ്ട.
അവൻ എഴുന്നേറ്റു. നീയൊന്നും കഴിച്ചില്ലല്ലോടാ. സമയമില്ല, കടയിൽ നിന്ന് 2 സ്റ്റാഫ് ലീവാണെന്ന് പറഞ്ഞിരുന്നു. അവൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി. പിന്നാലെ അർച്ചനയും. അവളെ ഗവനിക്കാതെ കിഷോർ ജനയുടെ അടുത്തെത്തി കുഞ്ഞു കവളിൽ ഉമ്മ വെച്ചു. 2 ദിവസം കഴിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണേ, അച്ഛന് മോളെ കാണാൻ പറ്റില്ല. അവന്റെ സ്വരമല്ലാതെ പതിഞ്ഞിരുന്നു. ജനനി തിരിച്ചു ഉമ്മ കൊടുത്തു. കിഷോർ പേഴ്സ് തുറന്ന് കുറച്ച് നോട്ടുകളെടുത്ത് അവളുടെ കയ്യിൽ വെച്ചു. ഇതെന്തിനാ അച്ഛാ? അപ്പൂപ്പനോടത്തേക്ക്. അവൻ ബൈക്കിൽ കയറി. എന്നിട്ട് കുഞ്ഞിനെ നോക്കി. സൂക്ഷിച്ചു പോണേ, അവിടെ എത്തിയോണ്ട് അപ്പൂപ്പന്റെ ഫോണിൽ തന്നെ വിളിക്കണം. സമയത്ത് ആഹാരം കഴിക്കണം. കുറുമ്പൊന്നും കാണ്ടരുത് കേട്ടോ. അച്ഛനും വന്നൂടെ? ജനനി ചോദിച്ചു. അച്ഛൻ്റെ ആവശ്യം ആർക്കില്ല മോളെ. അച്ഛൻ കാണിക്കുന്ന സ്നേഹത്തിനൊന്നൊരു വിലയുമില്ല. വേദന കലർന്ന സ്വരത്തിൽ അവൻ പറഞ്ഞ വാക്കുകൾ അർച്ചനയുടെ നെഞ്ചിൽ കൂരമ്പുകൾ പോലെ തറച്ചു. ജനനി ഒന്നും മനസ്സിലാവാതെ മിഴിച്ചു നിൽക്കുകയാണ്. കിഷോർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, 2 ദിവസം കഴിഞ്ഞ് വന്നേക്കണം. അവൾ തലയാട്ടി. അവൻ ബൈക്ക് മുന്നോട്ടെടുക്കാൻ തുനിഞ്ഞപ്പോൾ ജനനി വിളിച്ചു. അവൻ ബൈക്ക് നിർത്തി അവളെ നോക്കി. സ്പീഡിൽ പോവരുതേ. ആ വാക്കുകളെന്ന് അർച്ചന അവനോട് പറയുന്നതാണ്. മനസ്സിലൊരു പിടച്ചിൽ അർച്ചനയ്ക്കും കിഷോറിന് അനുഭവപ്പെട്ടു. ഒന്നവളെ നോക്കിയ ശേഷം അവന്റെ ബൈക്ക് ഗേറ്റ് അടന്ന് പുറത്തേക്ക് നീങ്ങി. 10 മണിയോടെ അവൾ പോവാനൊരുങ്ങി. തന്റെയും ജനിയുടെയും ഡ്രസ്സുകൾ അടങ്ങിയ ബാഗും എടുത്ത് അവൾ കൗസല്യയുടെ അടുത്തെത്തി. പോയിട്ട് വരാന്ന് പറ മോളെ. അവരവളെ ചേർത്ത് പിടിച്ച് മൂർത്താവിൽ ഉമ്മ വെച്ചു. ഇന്ന് ചൊവ്വ, വെള്ളിയാഴ്ച ബാലേട്ടനൊക്കെ ഇച്ചുവോ കൂട്ടാൻ വരും. അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പെൺകുഞ്ഞില്ലല്ലോ എന്ന സങ്കടം വർഷങ്ങളായിട്ട് കൊണ്ടു നടന്നവരാ ഞങ്ങൾ രണ്ടും. ദയവായിട്ടാണ് നിന്നെ തന്നത്. 2 ദിവസം ഇവിടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റണില്ല. എന്നാലും പോണം. അച്ഛനെ കണ്ടിട്ട് വാ. അവർ അർച്ചനയുടെ കയ്യിലേക്ക് 500ന്റെ ഏതാനും നോട്ടുകൾ വെച്ചു. ഇതൊന്നും വേണ്ടമ്മേ, എൻ്റെ കയ്യിലുണ്ട്. സാരല്ല, ഞാൻ തരുന്നല്ലേ മോളെ. അവളവരെ കെട്ടിപ്പിടിച്ച്. ഇവള് ദുബായിക്കൊന്നും പോകുന്നല്ലോ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കാൻ. അങ്ങോട്ട് വന്ന ബാലൻ കളിയാക്കി. ജനനി ഡ്രസ്സൊക്കെ മാറി റെഡിയായി കഴിഞ്ഞു. കൗസല്യ അവളെ എടുത്ത് ഉമ്മ വെച്ചു. സുന്ദരിക്കുട്ടിയില്ലാണ്ട് മുത്തശ്ശിക്ക് ഉറങ്ങാൻ പറ്റുമോന്ന് അറിയില്ല. പോയിട്ട് വേഗം വാ. അവിടെ എത്തിയ ഉടനെ വിളിക്കണേ. ബാലന്റെ സ്കൂട്ടിന് പുറകിലിരുന്ന് അർച്ചനവും തിരിഞ്ഞു നോക്കി. കൗസല്യ നിറമിഴികളോടെ മുറ്റത്ത് നിൽക്കുകയാണ്. താൻ വലതുകാലം വെച്ച് കയറി വീട്. ഇനി ഇങ്ങോട്ട് വരുമോ എന്ന പ്രതീക്ഷയൊന്നുമില്ല. ആരോടും പറയാൻ പറ്റാതെ വിങ്ങുന്ന ചിലത് മനസ്സിലുണ്ട്. തൻ്റെ ഭർത്താവിനോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ധൈര്യം കിട്ടുന്നില്ല. അതിനാലാണ് ശ്രീകലയുടെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കിയത്. കുറച്ച് ദിവസം കഴിഞ്ഞ് ശ്വേതേച്ചി വന്നാൽ ഒരു പോംവഴി കാണുമെന്ന് പ്രതീക്ഷിച്ചു. അതുവരെ പിണങ്ങിയാലും ചിലപ്പോഴെല്ലാം കിഷോറേട്ടൻ ഉൾക്കൊള്ളുമെന്ന് കരുതി. പക്ഷേ ആ കണ്ണുകൾ നിറഞ്ഞപ്പോൾ, ശബ്ദമിടറിയത് കണ്ടപ്പോൾ സഹിച്ചില്ല. ആ മുറിയിൽ താമസിക്കാൻ താൻ യോഗ്യതയില്ലാത്തവളാണെന്ന് ആരോ മന്ത്രിക്കുന്ന പോലെ. ഈ തെറ്റിന് ദൈവം മാപ്പ് തരട്ടെ. പിന്നെന്തെങ്കിലും കിഷോറേട്ടനും. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ബാലന്റെ ചുമലിൽ അമർത്തി പിടിച്ചു. സ്കൂട്ടർ ടൗൺ ലക്ഷ്യമാക്കി ഓടിത്തുടങ്ങി. അച്ചു വീട്ടിൽ പോയിട്ട് 1 ആഴ്ച കഴിഞ്ഞല്ലോ, എന്തുപറ്റി? പ്രജിത്ത് ചോദിച്ചു. കരയോട് അടുപ്പിച്ച് കിട്ടിയ തോണിയിലിരുന്ന് ചൂണ്ടിടുകയായിരുന്നു അവൻ. കിഷോർ പുഴയിലേക്ക് നോക്കിയ ആലോചനയിലാണ്. ഡാ, പ്രജിത്ത് ഒച്ചയെടുത്തപ്പോൾ അവൻ ഞെട്ടി. എന്താടാ, നീ ലോകത്തൊന്നല്ലേ? ഞാൻ വേറെന്തോ. നീ എന്താ ചോദിച്ചേ? അച്ചപ്പുഴ വരികയെന്ന്. അറിയില്ല, അവിടെ അച്ഛന് തീരെ വയ്യ. രാത്രി ഒരു സഹായത്തിന് ആരുമില്ലല്ലോ. കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ. ജാനി ആരെ തിരിച്ചുകൊണ്ടെന്ന്? അച്ഛൻ. നീ പോയില്ലേ? ഇല്ല. അതെന്താടാ? കൃഷ്ണയുടെ സുഖലാണ്ട് കിടക്കുമ്പോൾ പോയി കാണണ്ടേ? മകളുടെ ഭർത്താവ് എന്ന് പറഞ്ഞ മകന്റെ സ്ഥാനത്താ. വേറെ ആരും അദ്ദേഹത്തിനില്ല. കിഷോറൊന്നും മിണ്ടിയില്ല. പ്രജിത്ത് തോണിയില്ലാതെ പതിയെ അവൻ അടുത്തു വന്നിരുന്നു. കിച്ചു, സത്യം പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? അതൊന്നുമില്ലടാ. ശരി, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അതൊരു പാവം കൊച്ചാ. നിന്നെ ഈ പെട്ടെന്ന് ചൂടാവുന്ന സ്വഭാവം നിർത്തണം. അതേടാ, ഞാൻ മാത്രം തെറ്റുകാരൻ. ഒരുത്തിയെ പ്രാണനെ പോലെ സ്നേഹിച്ചു. അവളെ സ്വന്താക്കാൻ വേണ്ടി ഗൾഫിൽ പോയി നരകിച്ചു. പക്ഷെ അവൾക്ക് വീട്ടുകാരെ വേദനിപ്പിക്കാൻ വയ്യ. നല്ലത് തന്നെ. വിഷമത്തോടെയാണെങ്കിൽ ഞാനത് അംഗീകരിച്ച് എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കുകയായിരുന്നു. എല്ലാവരും കൂടി വേറെത്തിയെ കൈപ്പിടിച്ചു തന്നു. മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ മുഖം കണ്ടപ്പോൾ, ആ സംസാരം കേട്ടപ്പോൾ എല്ലാം മറന്ന് ഞാൻ അവളിലേക്ക് ഒതുങ്ങി. അവളും ജാനി മാത്രമേ എൻ്റെ ജീവിതം. പ്രജിത്ത് അവനെ ചേർത്ത് പിടിച്ചു. കിച്ചു, എന്താണ് കാര്യം? എന്നോട് പറ. അത് വീട് പ്രജി. കയ്യിലൊരു വലയുമായി ഒരാൾ അങ്ങോട്ടേക്ക് വന്നു. പ്രജിത്ത്, വലം കിട്ടിയോടാ? അയാൾ ചോദിച്ചു. ഇല്ല ശശിയേട്ടാ, ഞങ്ങൾ നിർത്തി. പ്രജിത്തും കിഷോറും തോണിയിൽ നിന്നിറങ്ങി. ശശി തോണിയുടെ കെട്ടഴിച്ച ശേഷം അതിൽ കയറി. നീ ഇന്ന് കടയിൽ പോയില്ല കിച്ചു? ഇല്ല, ലീവാ. ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. എന്തെങ്കിലും തടയോ നോക്കട്ടെ. അയാൾ തോണി തുഴഞ്ഞു തുടങ്ങി. കിച്ചു, നീ ബൈക്ക് എടുക്ക്. എങ്ങോട്ടാടാ? അച്ചുവിനെ കാണാൻ. ഞാൻ വരുന്നില്ല. നീ വരും. പ്രജിത്തിന്റെ ശബ്ദം കനത്തു. 1ാം ക്ലാസ് മുതൽ ഞാനും നീ കൂട്ടുകാരാ. ഇന്നവരൊന്നും മറച്ചു വെച്ചിട്ടില്ല. ഇപ്പൊ എന്താണ് നിന്റെ മനസ്സിലെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം ഭാര്യയ്ക്കും ഭർത്താവിനിടയിലുള്ള പ്രശ്നങ്ങൾ ഫ്രണ്ട്സ് അറിയണമെന്ന് വാശി പിടിക്കുന്ന തെറ്റാ. ഇനി അഥവാ അറിഞ്ഞാലും അതിലിടപെടുന്നതിന് പരിധിയുണ്ട്. അത് നിങ്ങൾ മാത്രം തീർക്കേണ്ടതാ.
എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി അവളെയും കൃഷ്ണനെ ഒന്ന് കാണാം. ബാക്കിയൊക്കെ പിന്നെ. നാളെ ശ്വേത വരും, എന്നിട്ട് ആലോചിക്കാം. നീ വണ്ടി എടുക്ക്. അനുസരിക്കാതിരിക്കാൻ കിഷോറിന് കഴിഞ്ഞില്ല. പോകുന്ന വഴി ഒരു കടക്കുമ്പിൽ ബൈക്ക് നിർത്തിച്ച് പ്രീത്ത് കുറച്ച് പലഹാരങ്ങളും ഫ്രൂട്ട്സും വാങ്ങി. അർച്ചനയുടെ വീടിന് മുമ്പിൽ ബൈക്ക് പാർക്ക് ചെയ്യുമ്പോഴേക്കും കൃഷ്ണൻ ഇറങ്ങി വന്നു. ആ വാ മക്കളെ, കേറിയിരിക്കുക. അയാൾ സന്തോഷത്തോടെ പറഞ്ഞു. കിഷോറും പ്രജിത്തും വരാന്തയിൽ കസേരയിലിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? കിഷോർ ചോദിച്ചു. ഇച്ചിരി ക്ഷീണമുണ്ടെന്ന് ഒഴിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി മറ്റന്നാ ഒരിക്കൽ കൂടി ഹോസ്പിറ്റലിൽ പോകണം. അച്ചയോട് കൃഷ്ണേട്ടാ? അവളൊന്ന് കടയിൽ പോയതാ, എന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. അവര് സംസാരിച്ചുകൊണ്ടിരിക്കവേ കയ്യിൽ പ്ലാസ്റ്റിക് കവറുമായി അർച്ചന മുറ്റത്തേക്ക് കയറി വന്നു. കിഷോറിനെയും പ്രജിത്തിനെയും കണ്ടപ്പോൾ അവളൊന്ന് അമ്പരന്നു. കുറെ നേരമായി വന്നിട്ട്? അവൾ രണ്ടുപേരോടായി ചോദിച്ചു. ഇപ്പോൾ ഒന്നേ ഉള്ളൂ, മറുപടി പറഞ്ഞ പ്രീത്താണ്. മോളെ, നീ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. കൃഷ്ണന്റെ നേരെ നോക്കാൻ കിഷോറിന് ബുദ്ധിമുട്ട് തോന്നി. ഇത്രയും ദിവസമായിട്ടും ഇങ്ങോട്ട് വന്നിട്ടില്ല. പ്രജിത്ത് പറഞ്ഞത് ശരിയാണ്. മകന്റെ സ്ഥാനത്ത് നിന്നെല്ലാം ചെയ്യേണ്ട ആളാണ് താൻ. അർച്ചനയുള്ള ദേഷ്യത്തിന് ഇദ്ദേഹത്തെ അവഗണിച്ച് തെറ്റായിപ്പോയി. മോനിപ്പോ കടയിൽ ജോലി കൂടുതലല്ലേ? കൃഷ്ണന്റെ ചോദ്യമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. മോള് പറഞ്ഞു അവിടെ നല്ല തിരക്കാ, അതാ ഇങ്ങോട്ട് വരാഞ്ഞെന്ന്. ദിവസവും അവളെ വിളിച്ചെന്റെ കാര്യം അന്വേഷിക്കാറുണ്ടെന്നൊക്കെ. കിഷോറിന്റെ തലകുരിഞ്ഞു. ഒരിക്കൽ പോലും അവൾ വിളിച്ചിരുന്നില്ല. തന്നെക്കുറിച്ച് മോശമായി അച്ഛൻ ചിന്തിക്കരുതെന്ന് കരുതി അവൾ കള്ളം പറഞ്ഞതാണ്. പ്രജിത്ത് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. അർച്ചന പ്ലേറ്റുകളിലേക്ക് പലഹാരങ്ങൾ നിരത്തുകയാണ്. കയ്യിലെ സഞ്ചി അവൻ അവൾക്ക് കൊടുത്തു. എന്തിനാ പ്രജിയേട്ട ഇതൊക്കെ? അച്ഛൻ ഇതൊന്നും കഴിച്ചുകൂടാ. അവനൊന്നും മിണ്ടാതെ അർച്ചനയെ തന്നെ നോക്കി നിന്നു. അവൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. നിർജീവമായ കണ്ണുകൾ, വരണ്ട മുഖം. ഒരാഴ്ച കൊണ്ട് അവൾ വേറെ ആരോ ആയി മാറിയതുപോലെ. അച്ചു, അവൻ പതിയെ വിളിച്ചു. എന്തു പറ്റി മോളെ നിനക്ക്? എത്ര സന്തോഷമായിരുന്നു നിങ്ങൾ രണ്ടുപേരും. ഏയ് ഒന്നുമില്ല ഏട്ടാ. കള്ളം പറയണ്ട, എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. എന്നോട് പറയാൻ പറ്റാത്താണെങ്കിൽ വേണ്ട. പക്ഷേ എല്ലാം അത്രയും പെട്ടെന്ന് ശരിയാക്കണം. മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കരുത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പ്രജിത്ത് അരികിൽ വന്ന് തുടച്ചു മാറ്റി. കിച്ചുവിൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിൽ വന്നതിൻ്റെ അടുത്ത ദിവസമാണ് നീ എന്നെ ആദ്യമായിട്ട് പ്രജിയേട്ട എന്ന് വിളിച്ച്. ആ നിമിഷം മുതൽ എൻ്റെ അനിയത്തിയായിട്ടല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ച്. എനിക്ക് നിന്റെ ജീവിതത്തിൽ ഇടപെടാം, തനിച്ചാണെന്ന് ചിന്തിക്കരുത്. ഇന്നല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഏത് പാതിരാത്രിക്കാണെങ്കിലും സംസാരിക്കണം തോന്നുമ്പോൾ വിളിച്ചാൽ മതി. ഏട്ട ഓടിയെത്തും. അർച്ചനെ കരച്ചിലടക്കി നിൽക്കുകയാണ്. അവൻ പുറത്തിറങ്ങി. ചായ കുടിച്ച് കുറച്ചു നേരം കൂടി സംസാരിച്ച ശേഷം അവർ തിരിച്ചു പോകാൻ ഒരുങ്ങി. കിഷോർ ബാത്റൂമിൽ പോവാനെന്ന വ്യാജേന അകത്തേക്ക് നടന്നു. പിന്നാലെ പോവാൻ പ്രജിത്ത് അർച്ചനയോട് കണ്ണുകാട്ടി. അവൾ അനുസരിച്ചു. മുറിയിൽ ചെന്ന് കിഷോർ വെറുതെ നിന്നു. അവൾ കുറച്ചു മാറി ചുമരിൽ ചാരി തലകുനിച്ചു. കുറച്ചു നേരം മൗനം. നീ ഇനി എപ്പോഴും അങ്ങോട്ടേക്ക്? ഒടുവിൽ അവൻ ചോദിച്ചു. ഉത്തരവില്ല. ദേഷ്യം എന്നോടല്ലേ? എൻ്റെ അച്ഛനും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവർ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഒന്നുകിൽ എത്രയും പെട്ടെന്ന് നീ അങ്ങോട്ടേക്ക് വരിക, അല്ലെങ്കിൽ... അവനെ നിർത്തി. എന്നിട്ട് അവളെ നോക്കി. അവരുടെ മിഴികൾ തമ്മിൽ ഇടഞ്ഞു. അല്ലെങ്കിൽ നമുക്കെല്ലാം അവസാനിപ്പിക്കാം. അർച്ചന നടുങ്ങി. വെറും ഒരു സൗന്ദര്യപ്പണക്കാണെന്ന ഞാനും കരുതിയത്. പക്ഷേ അല്ല. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ സ്ത്രീകളുടെ കാര്യം നീ വലിച്ചിട്ട് മനഃപൂർവ്വമാണെന്നും അറിയാം. നിനക്ക് വേറെന്തോ പ്രശ്നമുണ്ട്, അതിനോട് പറയാത്തതാണ്. ഭാര്യാഭർത്തൃബന്ധം എന്നത് ജീവിതാവസാനം വരെ തുടരേണ്ടതാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പിരിയും. അത് ഇപ്പോഴേ ആയാൽ അത്രയും വേദന കുറയല്ലോ. എപ്പോഴത്തെയും പോലെ നഷ്ടങ്ങൾ എനിക്കിരിക്കട്ടെ. പ്രണയിച്ച പെണ്ണും ഭാര്യ ഉപേക്ഷിച്ചു പോയ കഴിവ് കെട്ടവരെന്ന് നാട്ടുകാരും കുടുംബക്കാരും പറഞ്ഞു നടന്നോട്ടെ. അതൊക്കെ കുറച്ചാൾ മാത്രമേ ഉണ്ടാവൂ. എന്നാലും വേറെത്തിയ മനസ്സിൽ സങ്കല്പിച്ച് താലി കെട്ടിയ പെണ്ണിന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ ഒരുങ്ങിയവനെന്ന ബഹുമതിയുടെ അത്രയും വരില്ല. അവൻ പുറത്തേക്ക് നടന്നു. തീരുമാനം എന്തായാലും എന്നെ അറിയിച്ചാൽ മതി. നിന്നെ ഒഴിവാക്കിയിട്ട് വേറെ കെട്ടാനൊന്നുമല്ല. ഇങ്ങനെ വേദന എന്നാ വയ്യാത്തതുകൊണ്ട് മാത്രമാണ്. പുറത്ത് ബൈക്ക് സ്റ്റാർട്ടാവുന്നു. പിന്നെ ആ ശബ്ദം അകന്നു പോകുന്ന അവൾ അറിഞ്ഞു. ഓടിപ്പോയി അവൻ്റെ കാൽ വീണ് കരയാൻ മനസ്സ് തുടിച്ചെങ്കിലും അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിലെ ഭാരമെല്ലാം ഇറക്കി വെച്ച് ഒന്ന് ഉറങ്ങാൻ അവൾ കൊതിച്ചു. അതെ, ഉറങ്ങണം. ഒരിക്കലും ഉണരാത്ത ഉറക്കം. ബൈക്ക് സിറ്റി പാലസ് ബാറിന്റെ പാർക്കിങ്ങിൽ ചെന്ന് നിന്നു. ഇതെന്താടാ ഇവിടെ? പ്രജിത്ത് ചോദിച്ചു. ബാറിൽ എല്ലാവരും എന്തിനാ വരുന്നത്? നീ അതിന് കുടി നിർത്തിയല്ലേ? എനിക്കൊന്ന് കുടിക്കണം, വാ. ഞാനില്ല. അതെന്താടാ? വേണ്ടാത്തോണ്ട് തന്നെ. കിഷോർ ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് ഇറങ്ങി. എന്നിട്ട് ഈ പ്രജിത്തിന് നീട്ടി. നീ പോയിക്കോ, ഞാൻ പിന്നെ വന്നോളാം. കിഷോറെ വേണ്ടടാ, നമുക്ക് വീട്ടിൽ പോവാം. പറയുന്ന കേൾക്ക്. ഇനി ഒരുത്തം പറയുന്നത് ഞാൻ കേൾക്കില്ല. കിഷോറിന്റെ ശബ്ദം ഉയർന്നു. നിന്റെയും പിന്നെ തമിഴ്നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കുന്നില്ല ഒരുത്തി. അവളുടെയൊക്കെ വാക്കേണ്ടതിന്റെ ഫലം ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. എന്റെ ലൈഫ് തുളച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് ഒരുത്തന്റെ ഉപദേശം വേണ്ട. എന്റെ കാശിനെ ഞാൻ കള്ളുടിക്കുന്നത്. വേണമെങ്കിൽ നക്കിയിട്ട് പോ. ഇനി അതല്ല, എന്നെ നന്നാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇത്രയും വർഷത്തെ സൗഹൃദം ഞാനങ്ങ് മറക്കും. ചിലപ്പോൾ നിന്നെ തല്ലിയെന്ന് വരും. ആ പാപം എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. മനസ്സിന്റെ താളം തെറ്റി നിൽക്കുക ഞാൻ.
പ്രജിത്ത് ഒന്നും മിണ്ടാ കീ വാങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവനെ നോക്കി. കിച്ചു, നീ വിളിക്കുമ്പോഴൊക്കെ കുട്ടിക്കാരൻ തൊട്ട് എങ്ങോട്ടാ എന്തിനാന്നൊന്നും ചോദിക്കാതെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് കുടിക്കാനായാലും ആരോടെങ്കിലും ഉടക്കാനായാലും. കാരണം നീ എൻ്റെ ജീവനാ. പക്ഷെ ഇപ്പോൾ ഞാൻ കള്ളുടിക്കാൻ വരില്ല. നിന്റെ ഭാര്യയായതിനു ശേഷമാണ് പരിചയപ്പെട്ടെങ്കിലും കൂടെ പിറക്കാതെ പോയ അനിത്യ എനിക്ക് അച്ചു. അവളുടെ കയ്യിലടിച്ച് സത്യം ചെയ്തിരുന്നു, ആഴ്ചയിൽ 2 പെഗ് മാത്രമേ കഴിക്കൂന്ന്. അതെനിക്ക് പാലിക്കണടാ. ബന്ധങ്ങളുടെ വില അതില്ലാത്തവനെ അറിയൂ. ഞാൻ പോവാ. നിന്നെയും കാത്തൊരു അച്ഛനും അമ്മയും നിന്റേതല്ലെങ്കിൽ പോലും നിന്നെ അച്ഛാന്ന് വിളിക്കുന്നൊരു കുഞ്ഞും കാത്തിരിപ്പുണ്ട്. അവരെങ്കിലും ഓർക്കണം. പ്രജിത്ത് കുടിച്ചിരുന്ന സന്തോഷത്തിന് വേണ്ടിയാ. സങ്കടം വരുമ്പോൾ ആളുകൾ കുടിക്കുകയാണെങ്കിൽ ലോകത്തിലെ എല്ലാ വീട്ടിലും ബാർ തുടങ്ങേണ്ടി വരും. നിന്നെ ഉപദേശിക്കാനുള്ള യോഗ്യതയൊന്നും ഈ പാവ ഇലക്ട്രീഷ്യൻ ഇല്ല. നിന്നോട് ദേഷ്യം തോന്നുമില്ല. പോട്ടെ, ശ്രദ്ധിച്ച് വീട്ടിൽ പോകണം. വണ്ടി ഞാൻ അവിടെ എത്തിച്ചോളാം. ബൈക്ക് റോഡിലേക്ക് കുതിച്ചു. കുറച്ചു നേരം അവിടെ തന്നെ നിന്ന ശേഷം കിഷോർ ബാറിനുള്ളിലേക്ക് നടന്നു. രാത്രി 11 മണി കഴിഞ്ഞപ്പോഴാണ് അവൻ വീട്ടിലെത്തിയത്. അവന്റെ കടയിൽ ജോലിക്ക് നിൽക്കുന്ന പയ്യനാണ് ബൈക്കിൽ കൊണ്ട് വിട്ടത്. ബാല ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട്. മുറ്റത്തെ പൈപ്പ് തുറന്ന് കാലും മുഖവും കഴുകി അവൻ അകത്തേക്ക് നടക്കാൻ തുനിഞ്ഞു. നീ എന്താടാ വൈകിയത്? ഒരാളെ കാണാനുണ്ടായിരുന്നു. മുഖത്ത് നോക്കാതെ മറുപടി പറഞ്ഞു. നിന്റെ ഫോൺ എവിടെ? അവൻ പോക്കറ്റിൽ തപ്പി ഫോൺ എടുത്ത് നോക്കി. സൈലന്റ് മോഡിലാണ്. 15 മിസ്ഡ് കോള്. കിച്ചു, നിന്റെ അമ്മ ഉറങ്ങിയിട്ട് ഞാൻ കാത്തിരുന്ന എനിക്ക് കുറച്ച് സംസാരിക്കാനുള്ളതുണ്ടാ. എന്താ ഇവിടെ നടക്കുന്നത്? ഒന്നുമില്ല, അച്ഛൻ പോയി കിടന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ബാല എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് വന്ന് മുഖം പിടിച്ചുയർത്തി. നീ കുടിച്ചിട്ടുണ്ടോടാ? മൗനം. ശരി, ഇപ്പൊ ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇതൊക്കെ ഓർത്ത് നീ ഒരിക്കലും ദുഃഖിക്കും. അവൻ പരിഹാസത്തോടെ ചിരിച്ചു. ശാപം അല്ലേ? ആ, സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. അവൻ മുകളിലേക്ക് പതിയെ കയറിപ്പോന്ന് വേദനയോടെ ബാലൻ നോക്കി നിന്നു. അടുത്ത ദിവസം അച്ഛനും അമ്മ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവൻ കടയിലേക്ക് പോയി. കുറേ ദിവസത്തെ കണക്കുകളെല്ലാം നോക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയായി. സ്റ്റാഫിൽ ഒരാളെ വിട്ടൊരു കുപ്പി ബ്രാൻഡി വാങ്ങിപ്പിച്ചു. എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടിരിക്കണം എന്ന് ഉറപ്പിച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ശബ്ദിച്ചു. എടുത്തു നോക്കിയപ്പോൾ ശ്വേതയാണ്. കിച്ചു, നീ എവിടെയാണാ? കടയിൽ. വീട്ടിലേക്ക് വാ. നിന്റെ അല്ല, എൻ്റെ. നീ നാട്ടിലെത്തിയോടി? മറുപടി പറയാതെ ശ്വേത ഫോൺ വെച്ചു. അവൻ ബൈക്ക് നാട്ടിലേക്ക് വിട്ടു. വഴിയിലൂടെ നീളം സ്ത്രീകളെയും മറിച്ചിനെ അവൻ്റെ മനസ്സിൽ മാറി മാറി വന്നുകൊണ്ടിരുന്നു. ഒരാൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. അടുത്തയാൾ വന്നപ്പോൾ ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് ഇങ്ങനെയുമായി. അവളില്ലാത്ത ഒരാഴ്ച ദുരിതപൂർണമായിരുന്നു. മുറിയിൽ കയറാൻ തോന്നുന്നില്ല. ഉറങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് മദ്യത്തെ ആശ്രയിച്ച്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അർച്ചന കൂടെ ഉണ്ടാവുമോ എന്നും അറിയില്ല. തനിച്ചാവാനായിരിക്കും വിധി. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ടവൻ ബൈക്കിന്റെ വേഗത കൂട്ടി. ശ്വേതയുടെ വീട് അത്യാവശ്യം മിനുക്കുപണികളൊക്കെ ചെയ്ത് താമസ യോഗ്യമാക്കിയിരുന്നു. വാതിൽ തുറന്നെടുക്കുന്നുണ്ട്. അവൻ അകത്ത് കയറി. ശ്വേത അവിടെ വെറുതെ നിലത്തിരിക്കുകയാണ്. എപ്പോഴാണ് എത്തിയത്? എന്താ നിങ്ങളുടെ പ്രശ്നം? അവൾ മറുചോദ്യം ചോദിച്ചു. അറിയില്ല, ഒരാഴ്ചയായി. എന്താണ് നടക്കുന്നത് എനിക്കറിയില്ല. നീ തന്നെ അവളോട് ചോദിച്ചു. ഇന്ന് രാവിലെ അവളെ കണ്ട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്ന്. എന്നിട്ട് എന്തു പറഞ്ഞു? ഭർത്താവ് പഴയ കാമുകയെ മറന്നിട്ടില്ലെന്നോ? അതോ വേറെ വല്ല കഥയാണോ? അവരവരുടെ ഭാഗം ന്യായീകരിക്കാൻ എല്ലാവർക്കും കഴിയുമല്ലോ. അവൻ ചുമരിൽ കൈ ചുരുട്ടി ഇടിച്ചു. നീയും കൂടി ചേർന്നാ അവളെന്റെ തലയിൽ കെട്ടിവെച്ച്. ഇപ്പൊ സന്തോഷമായോ? എന്നും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും അവൾ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നു. എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. അവളുടെ മനസ്സിൽ മറക്കാൻ പറ്റാത്ത ആരും ഉള്ളത് പോലെ. അവന് ഓർമ്മ ഒന്നുണ്ടാവും ഞാൻ തൊട്ടപ്പോൾ അവൾ സ്ത്രീകളുടെ പേര് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്. കിച്ചു, കാര്യം അറിയാൻ സംസാരിക്കരുത്. ഓ, നീ അവളുടെ സൈഡാണല്ലേ? ഒരുത്തൻ അനിയത്തി, നിനക്ക് കൂട്ടുകാരി. അപ്പൊ ഞാൻ ആരാടി നിങ്ങളുടെ? ഒന്നും മറച്ചു വെക്കാതെ ഞാൻ അവളെ കെട്ടിയത്. പക്ഷെ വേറെ വല്ല ബന്ധമുണ്ടെങ്കിൽ പിന്നെ അവളെന്തിനെ അതിനെ സമ്മതിച്ച്? ഇപ്പോഴും വൈകിട്ടില്ല. ആരുടെ കൂടെ വേണമെങ്കിലും പോവാം, ഞാൻ തടയില്ല. ശ്വേത പിടഞ്ഞെഴുന്നേറ്റു. അവന്റെ അടുത്ത് നിന്ന് കൈവീശി കവിളിൽ ആഞ്ഞടിച്ചു. കിഷോർ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവിശ്വസനീയതയോടെ അവൻ അവളെ നോക്കി. അനാവശ്യം പറയുന്നതോ പട്ടി. ശ്വേതയുടെ കണ്ണുകളിൽ കനലെരിഞ്ഞു. രാവിലെ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇതിലും മനോഹരമായ കാഴ്ചയായിരുന്നു. അച്ഛനില്ലാതെ സമയം നോക്കി അവൾ ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. ഒരു 5 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ആ പെണ്ണിപ്പോൾ ജീവനോടെ ഉണ്ടാവില്ല. കിഷോർ ഒന്ന് ഞെട്ടി. അതേടാ, അവൾ നിന്നോട് പലതും മറച്ചു വെച്ചു. ചതിക്കാൻ വേണ്ടിയല്ല. എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയായിരുന്നു ആ പാവം. നിന്നോട് പറയാനുള്ള ധൈര്യം അവൾക്കില്ല. പേടി. നീ അവളെ വെറുക്കോ, അവൾ ഉപേക്ഷിക്കുക എന്നൊക്കെയുള്ള പേടി. തൻ്റേതല്ലാത്ത തെറ്റിന് ആ കുട്ടി വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അടുത്ത് പിടിച്ചിരുത്തിയ സ്നേഹത്തോടെ കാര്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ അവൾ മനസ്സ് തുറന്നേനെ. പക്ഷെ നിനക്ക് വാശി. എന്നിട്ട് എന്ത് നേടിയടാ? പിരിയാന്ന് നീ പറഞ്ഞോടെ അവൾക്ക് ജീവിതം മടുത്തു. ക്ഷോഭവും സങ്കടവും കൊണ്ട് ശ്വേതയുടെ വാക്കുകൾ മുറിയുന്നുണ്ടായിരുന്നു. ബാഗ് തുറന്ന് വാട്ടർ ബോട്ടിലെടുത്ത് കുറച്ച് കുടിച്ച ശേഷം അവൾ അവനെ നോക്കി. അവളുടെ പ്രശ്നം എന്താണെന്ന് അറിയണോടാ നിനക്ക്? എന്നാ കേട്ടോ. 10-ാം വയസ്സിൽ ഒരുത്തന്റെ കാമഭ്രാന്തിന് ഇരയാകേണ്ടി വന്നവളാ അച്ചു. കിഷോറിന്റെ ശരീരം അടിമുടി വറച്ച്. എന്താ നീ പറഞ്ഞ്? സത്യം. അന്ന് അനുഭവിച്ച പീഡനത്തിന്റെ ഓർമ്മകൾ ഇടയ്ക്ക് അവൾ വേട്ടയാടുന്നുണ്ട്.
ആ കാരണം കൊണ്ട് തന്നെ ബെഡ്റൂമിൽ നിന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ലെന്ന തോന്നൽ അവളുടെ മനസ്സിലുണ്ട്. എല്ലാം തുറന്നു പറയാൻ അമ്മയില്ല, ചേച്ചിയില്ല, നല്ല കൂട്ടുകാരില്ല. അച്ഛൻ നിർബന്ധിച്ചില്ലെങ്കിൽ അവൾ ഒരിക്കലും വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. എന്നോട് സംസാരിച്ച ശേഷം ഇതൊക്കെ നിന്നെ അറിയിക്കാമെന്നായിരുന്നു അവളുടെ ചിന്ത. പക്ഷേ പെട്ടെന്ന് നീ അടുത്തിടപഴകാൻ ശ്രമിച്ചപ്പോൾ പണ്ടയാൾ ചെയ്തല്ല അവളുടെ മുമ്പിൽ തെളിഞ്ഞു. എന്തു പറഞ്ഞ് നിന്നെ തടയുന്ന ആലോചിച്ചപ്പോൾ ശ്രീകലയുടെ പേരെടുത്തിട്ടു. അല്ലാതെ നീ കരുതുന്ന പോലെ തല ചുറ്റുന്ന പോലെ തോന്നിയപ്പോൾ കിഷോർ നിലത്തേക്കിരുന്നു. ലൈംഗികത എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ ഒരു മൃഗം ചെയ്ത ക്രൂരത കാരണം ഇന്ന് അവൾ ഭ്രാന്തിന്റെ വക്കില. എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോഴും ദുസ്വപ്നം പോലെ 15 വർഷങ്ങൾക്ക് ശേഷവും ആ സംഭവം അവൾ അലട്ടുകയാണ്. ഞാൻ പിഴച്ചവളാ ചേച്ചി. കിഷോർ ഏട്ടനെ പോലെ ഒരാൾ ഞാൻ അറിയിക്കുന്നില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ അവളോടൊപ്പം. അതോ കാര്യം അറിയാൻ ശ്രമിക്കാതെ അവൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന നിന്റെ കൂടെയാണ് ഞാൻ നിൽക്കേണ്ടത്? ശ്വേത ചോദിച്ചു. അവൻ തറയിലേക്ക് മലർന്നു കിടന്നു. മനസ്സിൽ നിറയെ അർച്ചനയുടെ മുഖം തെളിഞ്ഞപ്പോൾ ഹൃദയം പിളരുന്ന പോലെ അവൻ അനുഭവപ്പെട്ടു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.